നമസ്കാരം. പെൺകാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ പത്മ സുഭദ്രം. 2 ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു കാര്യമാണ്. വർക്കല സ്വദേശിയായ 27 വയസ്സുള്ള ആരതി എന്ന പെൺകുട്ടി മരണപ്പെട്ടു പോയി. ഭർത്താവുമൊത്ത് തിരുവനന്തപുരത്ത് ആറ്റുകാൽ എന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വരവെയാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത്. ഈ 2 ദിവസമായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ശാരീരിക മാനസിക പീഡനങ്ങൾ ആരംഭിച്ചു എന്ന് ആ കുഞ്ഞ് അതിൻ്റെ വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ വരുന്നത്. അവൾ അനുഭവിച്ച പീഡനങ്ങൾ അവൾ അമ്മയെ അറിയിച്ചിട്ടുണ്ട് എന്ന് തെളിവ് സഹിതമാണ് മാധ്യമങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഞാനിങ്ങനെ അനുഭവിക്കുന്നു അമ്മേ എന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഭർത്താവിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും നമുക്ക് അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, വീട്ടുകാർക്കുണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട്, ഭരണകൂടങ്ങൾക്കുണ്ട്, എല്ലാവർക്കുമുണ്ട് ആ ഉത്തരവാദിത്വം. അവളുടെ ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല, കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട് 260-ലധികം സ്ത്രീധന പീഡന മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എത്രയോ പെൺകുട്ടികളാണ് മരിക്കുന്നത്. ഞാൻ ഈ വീട്ടിലെ പീഡനം അനുഭവിക്കുകയാണമ്മേ എന്ന് വിളിച്ചു പറഞ്ഞാൽ, മക്കളെ നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ അവിടെ എത്തി ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ എവിടെ പോയി പറയും? വിവാഹത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇതൊരു പറ്റിക്കപ്പെടലാണ്. കാരണം ആ പയ്യന് ബാങ്ക് മാനേജരാണെന്ന് ആണ് വിവാഹം ആലോചിച്ച് ചെല്ലുന്നതും അവർ വിവാഹം ഉറപ്പിക്കുന്നതും. ആ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരറിയുകയാണ് അയാൾ ബാങ്ക് മാനേജർ അല്ല, കളക്ഷൻ ഏജന്റ് ആണ് എന്നുള്ളത് ഇവരറിയുകയാണ്. നാട്ടുകാരെന്ത് വിചാരിക്കും? കല്യാണം ഉറപ്പിച്ചില്ലേ, ഇനിയിപ്പം കാര്യങ്ങൾ അറിഞ്ഞിട്ട് പിന്മാറിയാൽ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചു വീട്ടുകാരെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് ആരുമില്ല എന്ന് അവൾ ചിന്തിച്ചു എന്നുള്ളത് നമ്മൾ വളരെയധികം ഗൗരവപൂർവ്വം നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. കാരണം എത്രയോ പെൺകുട്ടികളാണെന്നറിയോ നമ്മുടെ ചുറ്റുപാടിലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതും കൊല ചെയ്യപ്പെടുന്നതും. ഓരോ കേസ് വരുമ്പോൾ 2-3 ദിവസം വാർത്താ ചാനലുകളിൽ ഇപ്പം കുറച്ച് സജീവമായതുകൊണ്ട് വാർത്താ ചാനലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്ത വാർത്ത കിട്ടുമ്പോൾ ഇത് മൺമറഞ്ഞു പോകും. ആരും ആ ചർച്ചകൾ പങ്കെടുക്കുന്നവരോ അല്ലെങ്കിൽ പിന്നെ ഉള്ള നിയമ സംവിധാനങ്ങളോ ഒന്നും തന്നെ പിന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. കഴിഞ്ഞ ഈ 1.5-2 വർഷം കൊണ്ട് കേരളത്തിൽ നിന്നുള്ളതല്ല, സ്വർണത്തിന് വില കൂടിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 50 പവൻ എന്ന് പറയുമ്പോൾ 50 ലക്ഷത്തിന് പുറത്ത് രൂപ ചെലവാക്കി സ്വർണമായിട്ടും ആ കല്യാണം നടത്താനോ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടാവും? അത്രയും വേണ്ടല്ലോ ആ പെൺകുട്ടിയെ സംരക്ഷിക്കാനായിട്ട്. അവളെ നന്നായിട്ട് പഠിപ്പിച്ചില്ലേ? അവളോട് പറയാമായിരുന്നില്ലേ ഒരു വാക്ക്, നിനക്ക് ഞങ്ങളുണ്ട്, നിന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല മക്കളെ, ആരെന്തു പറഞ്ഞാലും അമ്മയും അച്ഛനും ഉണ്ട് നിന്നെ ചേർത്ത് പിടിക്കാൻ എന്നൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അവർക്ക് പറയാൻ പറ്റിയില്ല, നാണക്കേട് കൊണ്ട്. എന്ത് നാണക്കേടാണ്? ഇപ്പോൾ നാണക്കേടില്ലേ? നമുക്ക് നഷ്ടപ്പെട്ടോ? നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമായിരുന്നല്ലോ. അവൻ ഉപദ്രവിച്ചപ്പോൾ അവനെതിരെ ഒരാൾ പോലും ശബ്ദിച്ചില്ല. ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരാളും സംസാരിക്കാൻ വന്നില്ല. കാരണം അവൻ ഇനിയും ഞാൻ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇവളെ കൊന്നാലും ആരും വരൂല എന്ന് അവൻ ഉറച്ച വിശ്വാസമായി. അവളുടെ സ്വത്തുക്കൾ, അവൾക്കെന്ന് പറഞ്ഞു കൊടുത്ത സമ്മാനങ്ങൾ. ഇപ്പൊ സ്ത്രീധന നിരോധന നിയമമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സ്ത്രീധനം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എന്ന് കർശനമായ നിയമമുള്ള സ്ഥലമാണ് ഇന്ത്യ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നടപ്പിലാക്കപ്പെടേണ്ടവർ കണ്ണടച്ചിരുന്നാൽ പിന്നെ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ നമ്മളും അതിന് തയ്യാറാകണം. ആ പുസ്തകത്തിലുള്ളത് മാത്രം പറഞ്ഞു പഠിപ്പിക്കുന്നതല്ലല്ലോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവൾക്ക് ജോലി വാങ്ങണം മക്കളെ, നീ സ്വന്തം കാലിൽ നിൽക്കണം, നിനക്കെതിരെ എന്ത് അതിക്രമങ്ങൾ വന്നാലും നീ പ്രതികരിക്കണം മക്കളെ എന്ന് നമ്മളെ പെൺകുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങ് വളരെ അപൂർവമായി മാത്രം ചില പെൺകുട്ടികൾ പ്രതികരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് പോലും അവർക്ക് ധൈര്യമില്ല ജീവിക്കാൻ, മുന്നോട്ട് ജീവിക്കാൻ ഒരു തൻ്റെ ഇടമില്ല.
ഭർത്താവില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും, എന്നെ പീഡിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, എന്നെ ചൂഷണം ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, ഞാൻ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് ആ കുട്ടിക്ക് ഒരു കരുത്ത് കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ടോ? നമ്മളെ വെറുതെ പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിച്ചു കൊടുത്താൽ മതിയോ? സാമൂഹികമായിട്ടുള്ള ഒരു തൻ്റെ ഇടം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അവർക്ക് പ്രതികരിക്കാൻ പറഞ്ഞു കൊടുക്കണ്ടേ? നമുക്ക് ഇതൊരു വേദന തോന്നുവാണ്. കാരണം ഇപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. അവളെ സ്നേഹം കൊണ്ട് അവിടെ നിന്നു എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണ്? അതിലൊരു ന്യായീകരണവുമില്ല. സമൂഹവും വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടെ ചെന്ന് ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞു, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു, നമുക്കൊരു വിവാഹം വേണം, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒക്കെ വേണം, അത് ആവശ്യമാണ്. പക്ഷെ അത് തകർന്ന പങ്കാളി അല്ല എങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരാൻ കരുത്തുണ്ടാവണം പെൺകുട്ടിക്ക്. അതുപോലെ ആ പെൺകുട്ടി തിരിച്ചിറങ്ങി വന്നാൽ നിനക്ക് ഞങ്ങളുണ്ട് മോളെ എന്ന് പറയാനായിട്ട് നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയണം. നമ്മൾ നാട്ടുകാരുടെ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിട്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും വരാതിരിക്കുക എന്നുള്ളതും അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇതൊരു അപേക്ഷയാണ് രക്ഷിതാക്കളോട്. ഇനിയും ഇത്തരത്തിൽ എത്രയോ ആരതിമാര് ഇപ്പോഴും ഈ നിമിഷവും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ കുടുംബജീവിതത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കുടുംബജീവിതം നയിക്കുന്ന പല പുരുഷന്മാരും അക്രമാസക്തരാണ്. അപ്പോൾ അത്രയധികം അടിയും ഇടിയും കൊണ്ട് ആണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ പെൺകുട്ടികളോട് പറയാൻ പാടുണ്ടോ? എന്നിട്ട് നമ്മൾ പരിതപിച്ചത് കൊണ്ടോ കരഞ്ഞത് കൊണ്ടോ കാര്യമുണ്ടോ? നമ്മൾക്ക് പ്രതികരിക്കേണ്ട സമയത്ത് ആ സമയത്ത് നമ്മൾ പ്രതികരിക്കുകയും അവരെ രക്ഷിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അല്ലാതെ കല്യാണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു പോയെന്നല്ല. കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കണം. 50 പവൻ നമ്മൾ കൊടുത്തയക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് സേവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അതിപ്പോൾ ഈ 50 പവൻ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 50 പവൻ ഈ ആരതിക്ക് കൊടുത്തു, അതുപോലെ വിസ്മയക്ക് 100 പവനാണ് കൊടുത്തത്. നമുക്ക് ഇത്രയും പൈസ വേണ്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ. സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. അവൾക്ക് എത്രത്തോളമാണോ പഠിക്കാൻ സാധിക്കുന്നത് അത്രത്തോളം പഠിപ്പിക്കുക. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ചെറുതെങ്കിലും അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. ആ വരുന്ന പയ്യന് അവൻ എന്താണ് പഠിച്ചിരിക്കുന്നത്, അവന് സ്ഥിരമായി ജോലിയുണ്ടോ, എവിടെയാണ് അവൻ ജോലി ചെയ്യുന്നത്, അവന്റെ സ്വഭാവം എന്തൊക്കെയാണ്, അവന്റെ കൂട്ടുകെട്ട് എന്തൊക്കെയാണ്, നമ്മൾ ഇന്ന് അന്വേഷിക്കണം. മദ്യപാനശീലമുണ്ടോ, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. MDMA ഒക്കെ ഇപ്പോൾ ഉള്ള കാലഘട്ടമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വേറൊരു വാർത്ത കണ്ടതല്ലേ? വിവാഹം കഴിച്ച് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളെ അടിച്ച് അബോധാവസ്ഥയിൽ കോമാ സ്റ്റേജിലാക്കി ഇപ്പോൾ ആ കുഞ്ഞ് പിച്ച വെച്ച് നടക്കുന്ന ഒരു പരുവത്തിലേക്ക്. എന്നിട്ട് കേസ് പോലും എടുത്തില്ല. ആ നാടാണ് നമ്മളത്. കേസുകൾ ഒരു വർഷത്തിൽ 4000 5000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭർത്താവിൻ്റെ വീടുകളിൽ നിന്നുള്ള പീഡനങ്ങൾ. അപ്പം നമ്മുടെ അമ്മമാരെന്ന് പറയുമ്പം ആൺകുട്ടികളുടെ അമ്മമാരും പറഞ്ഞു കൊടുക്കണ്ടേ, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കൊച്ചു പയ്യന്മാരോട് പോലും അവരുടെ അമ്മമാർക്ക് പറയാൻ പറ്റുന്നില്ല, നീ അത് ഉപയോഗിക്കരുത് മകളെ എന്ന് പറയാൻ പറ്റുന്നില്ല, പേടിയാണ്. അപ്പോൾ ഇത് വളർന്നു വന്നതിന് ശേഷം പയ്യന്റെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് വിവാഹം നടത്തുന്നത് പല വീടുകളിലും. അവന്റെ സ്വഭാവം ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടിക്കുക. രക്ഷിതാക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. പെൺകുട്ടികൾക്ക് നമ്മൾ വിവാഹം കഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഒരു പയ്യനെ വിവാഹം കഴിച്ചവർ പോയി എന്നിരിക്കട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, അവര് വിവാഹം കഴിച്ചു, അവരുടെ ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളി വന്നു. നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന കുട്ടിയാണ്, അവർക്കൊരു ആപത്ത് വന്നു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കണം. ആ ഒരു ഉറപ്പ് മതി. നമ്മൾ എപ്പോഴും അവരെ കൂടെ നടക്കണ്ട. ആ ഒരു ഉറപ്പ് മതി. എനിക്ക് ഭർത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് എൻ്റെ വീട്ടിലൊരു ഇടമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായാൽ മതി. ഇതങ്ങനെയല്ല. കല്യാണം കഴിച്ചാൽ പിന്നെ സ്വന്തം വീട്ടിൽ അവർക്ക് ഇടമില്ലല്ലോ. അവർക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. വന്ന് നിന്നാൽ ചോദ്യങ്ങളാണ്, എന്ന് പോകും. നാട്ടുകാർക്ക് വേറെ ജോലിയൊന്നുമില്ല, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കണ്ട. പക്ഷെ രക്ഷിതാക്കളെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വന്തം അഭിമാനം പണയം വയ്ക്കാതെ നട്ടലോടുകൂടി ജീവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം നിങ്ങളുണ്ട് എന്നൊരു വാക്ക് പറയണം. ആ ഒരു വാക്ക് മതി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ശക്തി നൽകാൻ. അങ്ങനെ അവർക്ക് ശക്തി നൽകിയാൽ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ നൽകാനായിട്ട് ഇന്ന് സർക്കാരിൻ്റെ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്.
ആ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. മറ്റൊന്ന്, ഇത്തരം വിഷയങ്ങളിൽ ഇന്ന് ജനപ്രതിനിധികളാണെങ്കിലും ഇന്ന് രാഷ്ട്രീയമാണെങ്കിലും മുമ്പ് കുറച്ചും കൂടി ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോഴാണെങ്കിൽ നവമാധ്യമങ്ങളിൽ കൂടിയുള്ള ചില ഇടപെടലുകൾ ഒഴിച്ചാൽ നമ്മൾ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയക്കാരും ഭരണകൂടങ്ങളും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണം. അവർക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇടപെടാനുള്ള നിയമപരമായ പരിരക്ഷയുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇവർക്കൊരു സപ്പോർട്ടായിട്ട്, ഇത്തരം കുടുംബങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാനായിട്ട് പറ്റണം. ഇന്ന് ആ ഭരണകൂടങ്ങൾക്ക് പറ്റുന്നില്ല, ഇന്ന് രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല, സന്നദ്ധ പ്രവർത്തകർക്ക് പറ്റുന്നില്ല. അതിലും രാഷ്ട്രീയം നോക്കുവാണ്, അതിലും വേറെന്തൊക്കെയോ ചിന്തകളാണ് കൊണ്ടുവരുന്നത്. ഇന്നിപ്പോ ഒരു വാർഡിൽ പോലും വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ കൂടണമെന്നുള്ളതാണ്. ആ ജാഗ്രതാ സമിതികളിൽ വാർഡ് മെമ്പർ, അംഗനവാടി ടീച്ചർ, കുടുംബശ്രീയുടെ ADS ഭാരവാഹികൾ അടക്കം സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ അതിലെ ഭാരവാഹികളാണ്. നമുക്കറിയാവുന്ന ആൾക്കാർ അതിലെ ഭാരവാഹികളാണ്. ആ ഭാരവാഹികൾക്ക് അറിയില്ല മുകളിലോട്ട് ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതിൻ്റെ അംഗനവാടി ടീച്ചറിനെ സംബന്ധിച്ച് അവരുടെ ജില്ലാ ഘടകത്തോട് പറയാം, വനിതാ ശിശു വികസന വകുപ്പിനോട് പറയാം. അവർക്കൊരു ജില്ലാ ഓഫീസറുണ്ട്, ബ്ലോക്ക് ഓഫീസറുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ചില വ്യക്തികൾക്ക് തൊട്ടടുത്ത വീട്ടിലെ പ്രശ്നത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അത് മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങൾ രഹസ്യമായി മറ്റു ജില്ലാ ഓഫീസറിനെ അറിയിക്കും. അതിനുള്ള നമ്പരും മറ്റു ഡീറ്റെയിൽസ് ഇവർക്ക് കൊടുക്കൂ. അതുപോലെ മിത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 181 വിളിച്ചാൽ മതി. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൗൺസിലിങ്, നിങ്ങളുടെ ഷെൽട്ടർ ഹോം, തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള വകുപ്പ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ ആവശ്യം ചെയ്തു തരാൻ പറ്റുന്ന സർക്കാർ സംവിധാനങ്ങൾ മുകൾ തട്ട് മുതൽ താഴെ വരെയും താഴെ തട്ട് മുതൽ മുകൾ വരെയും ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയുടെ രക്ഷാധികാരികളാണ്. അംഗനവാടി ടീച്ചർമാരുണ്ട്, കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സന്മാരുണ്ട്. അവിടെ തന്നെ ഓരോ CDSകളിലും വനിതകളെ ഹെൽപ്പ് ചെയ്യാനുള്ള സെന്ററുകളുണ്ട്. അപ്പോൾ ഇത് നിയമമില്ലാത്തതോ നിയമ സംരക്ഷണ കേന്ദ്രങ്ങളില്ലാത്തതോ അല്ല പ്രശ്നം, നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെയാണ് പ്രശ്നം. നമ്മൾ അത് ഉപയോഗിക്കാൻ നമ്മൾ ചെല്ലാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. വിവാഹം നടന്നു, വിവാഹം ആവശ്യമാണ്, നടന്നു, അത് പ്രശ്നമുണ്ട് എന്ന് തോന്നിയാൽ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു മടങ്ങണം. നമ്മുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ വന്നു എന്നിരിക്കട്ടെ ഒരു ഭാഗത്ത്, നമ്മൾ എന്ത് ചെയ്യും? അതിനെ റിമൂവ് ചെയ്യും. നമ്മൾ അത് വച്ചുകൊണ്ടിരിക്കുമോ? അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു സംഭവം വന്നു, അതിനെ ജീവിതകാലം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കില്ല, പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ പറ്റിയില്ല എങ്കിൽ ആ ബന്ധം നമ്മളെ തളർത്താനാണ് ആ ജീവിതത്തിൻ്റെ പങ്കാളി ശ്രമിക്കുന്നതെങ്കിൽ ആ ബന്ധം എന്തിനാണ് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത്? ആ ബന്ധം അവിടെ അവസാനിപ്പിക്കണം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിക്കൊണ്ട് അതിന് നിയമപരമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലനിൽക്കുമല്ലേ. ആ ഒരു ധൈര്യം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അത് ഏത് പെൺകുട്ടികൾ ഇപ്പോഴും അനുഭവിക്കുന്നവരാണെങ്കിലും ശരി തന്നെ, അതല്ല ഇനിയൊരു വിവാഹ ജീവിതത്തിൽ പോകുന്നവരാണെങ്കിലും ഒരു നാണക്കേടും വിചാരിക്കാതെ പെൺകുട്ടികളുടെ വീട്ടുകാർ നിങ്ങൾ കൂടെ നിൽക്കണം. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഇന്ന് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളുമുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിലൊക്കെ തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരൊരു കോഴ്സ് നടത്തുന്നുണ്ട്. മാരേജിന് മുമ്പ് എന്താണ് മാരേജ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ സാമ്പത്തികവും ലൈംഗികതയും മാനസികമായിട്ടുള്ള അടുപ്പവും എല്ലാ കുടുംബപരമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ സംശയങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗമായിട്ടും ഉണ്ട്, വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലും അത്തരം ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല, വിവാഹത്തിന് രജിസ്ട്രേഷന് അത് നിർബന്ധമല്ല. കാരണം വിവാഹത്തിന് മുമ്പ് എന്താണ് വിവാഹ ജീവിതം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളോട് വരുന്ന പങ്കാളി നമ്മുടെ ആശയങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ആളാണോ എന്ന് നമ്മൾ സംസാരിക്കണം. ഒരു ദിവസത്തെ ഒരു അരമണിക്കൂർ കൊണ്ടുള്ള പെണ്ണ് കാണൽ കൊണ്ട് നമുക്കൊരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ചക്കയാണോ ചൂഴ്ന്നു നോക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. നമുക്കല്ല, ചൂഴ്ന്നു നോക്കാനൊന്നും പറ്റില്ല. ചക്കയാണെങ്കിലോ മോശമാണെന്ന് തോന്നിയാൽ നമ്മൾ എടുത്തു വെച്ചോണ്ടിരിക്കുമോ? അതെടുത്ത് കളയും.
ജീവിതത്തിൽ നമുക്ക് വരുന്ന ഇണ നമുക്ക് അനുയോജ്യനാണോ എന്ന് നോക്കാനും ഒക്കെ പെൺകുട്ടിക്കും കഴിയണം. അതിനൊരു അവസരവും വീട്ടുകാർ കൊടുക്കണം. അതല്ല നിങ്ങൾ നിർബന്ധപൂർവ്വം ഒരു വിവാഹ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടിയെ വിടുന്നു, അവൾക്ക് അവിടെ പൊരുത്തപ്പെടാൻ സാധിച്ചില്ല, അവൾ അപകടത്തിലാണെങ്കിൽ അവളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾ രക്ഷിതാക്കൾക്കുണ്ട്. അതിനുള്ള നിയമപരമായിട്ടുള്ള സഹായ സംവിധാനങ്ങളും ഇന്ന് നമുക്കുണ്ട്. നമുക്ക് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു വരണം. പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടാകണം, സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകണം, അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാകണം, കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കണം. അമ്മമാർ കുറച്ചും കൂടി സ്ട്രോങ് ആവണം. മറ്റുള്ളവരെന്തെങ്കിലും പറയുമെന്ന് കരുതി നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിട്ട് കളയരുത്. അത്തരം അനുഭവങ്ങൾ നമുക്കാണ് ആരും ഇല്ലാണ്ടായി പോകുന്നത്. അവരുടെ സ്വപ്നങ്ങളും പോവും, നഷ്ടപ്പെട്ടു പോകും. സ്ത്രീധനം വാങ്ങി ചോദിച്ചു വരുന്ന ഒരു യുവാവിനെ വേണ്ടാന്ന് തീരുമാനിക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് കരുത്തുണ്ടാവണം. അവന് ജോലിയുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന് പെരുമാറാൻ സാധിക്കുന്നുണ്ടോ, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നല്ല രീതിയിൽ പെരുമാറുന്നവരാണോ എന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഒരാൾ മതി എൻ്റെ ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. വീട്ടുകാർ കണ്ടെത്തിയത് കൊണ്ട് തലകുനിച്ചു കൊടുക്കേണ്ട കാലമൊന്നുമല്ല. അത് തിരിച്ചറിയാൻ, പ്രതികരിക്കാൻ ഒക്കെ നമുക്ക് പറ്റണം. ഇപ്പൊ വിവാഹ പന്തലിൽ എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവൻ മോശമാണ് എന്നറിഞ്ഞാൽ അവിടെ വച്ച് തിരിച്ചു നടക്കാൻ നമുക്ക് പറ്റണം. അത് കഴിഞ്ഞു പോയി. നമ്മൾ എവിടെ വെച്ചാണോ നമുക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്നു, ഇവൻ്റെയോടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി അവിടുന്ന് തിരിച്ചു നടക്കണം. നിങ്ങൾക്ക് പറ്റുന്നില്ല, തിരിച്ചു നടക്കാൻ പറ്റുന്നില്ല, അവനെ നന്നാക്കി തന്നെ എടുത്തിട്ട് കൂടെ ജീവിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിനും കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യണം. ഒരു തെറ്റൊരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റിനെ തന്നെ അയാളെ കൂടെ കൊണ്ടുപോകണ്ടല്ലോ, അയാളെ തിരുത്തിയെടുക്കാമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും കടവും വാങ്ങി നമ്മളെ കയറിക്കിടക്കാടവും വിറ്റ് വേറെ എവിടെയോ കിടക്കുന്ന ഒരുത്തന് പണം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ പെൺകുട്ടിക്ക് എന്താണ് കുറവ്? അപ്പൊ ഇത്രയും കഴിവും എല്ലാം ഉള്ള ഒരു പെൺകുട്ടിയെ കുറെ പണവും കൂടെ അങ്ങോട്ട് കൊടുത്ത് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? പെൺകുട്ടികളെ സംബന്ധിച്ചും ഇങ്ങനെ ചോദിച്ചു വരുന്നവനെ വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള ഒരു കരുത്ത്, നിങ്ങൾ നേടിയ വിദ്യാഭ്യാസത്തിലൂടെ ആ ഒരു കരുത്ത് പെൺകുഞ്ഞുങ്ങൾ നേടിയെടുക്കണം. അത് ആവശ്യമാണ്. നിയമമുണ്ട്, ആ നിയമം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ ഒരു ഭാഷാ ശൈലി ഇതാണ്. കാരണം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരാവേശം കൊണ്ടെന്ന് തോന്നിപ്പോവും, പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരാളെങ്കിലും വിചാരിച്ചാൽ ഈ ഒരു വേദന എന്തുമാത്രം നരക വേദനയാവും ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടാകുക. ഓരോ പെൺകുട്ടികളും, മരണപ്പെട്ട ഓരോ പെൺകുട്ടികളും അവൾ അനുഭവിച്ചിട്ടുണ്ടാവുക. അതിനെ അറുതി വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെ പെൺകുട്ടികൾ തന്നെ തയ്യാറാവണം, പെൺകുട്ടികളുടെ വീട്ടുകാർ തയ്യാറാവണം. നിങ്ങൾ പെൺകുട്ടികൾ തയ്യാറാവൂ. നിങ്ങളുടെ വീട്ടുകാർ കൂടെ നിന്നില്ലെങ്കിലും വേണ്ടില്ല എന്ന് തീരുമാനിക്കൂ. നിങ്ങൾക്ക് സർക്കാർ കൂടെ നിൽക്കാനുള്ള സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്. അവർ നിങ്ങളോടൊപ്പം നിൽക്കും. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അവർക്കത് ചെയ്തേ പറ്റൂ. അവരത് ചെയ്യും. ഇപ്പോൾ വീട്ടുകാർ നിൽക്കുന്നില്ല, പോട്ടെന്ന് വയ്ക്കൂ. വീട്ടുകാർ നിന്നില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ ഹോമിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമുക്ക് ആത്മഹത്യയെക്കാളും എത്രയോ എളുപ്പമാണ് ജീവിക്കാൻ തീരുമാനിക്കാനായിട്ട്. നിങ്ങൾക്ക് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാവുന്ന സർക്കാർ, സന്നദ്ധ സംഘടനാ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അത് മനസ്സിലാക്കുക. നിങ്ങൾ നേടിയ വിദ്യാഭ്യാസം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള കരുത്ത് നൽകുന്നതാണ്. അത് വച്ച് ചെറുതെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലി നേടിയെടുക്കാം, അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്കെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ കരുത്തരായിട്ട് ജീവിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ ഒരു പീഡനങ്ങളും അനുഭവിക്കാനായിട്ട് നിന്ന് കൊടുക്കരുത്. അത് എന്ത് സ്നേഹത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞാലും അത് സ്നേഹമല്ല. നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു പങ്കാളി നമ്മളെ സ്നേഹിക്കുന്ന ഒരു പങ്കാളിയല്ല. നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത ഒരു പങ്കാളി ഉചിതമായിട്ടുള്ള ഒരാളല്ല. അപ്പം നമുക്കത് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ നിങ്ങളെ വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക വിഷമത്തിൽ ഇരിക്കുവാണെങ്കിൽ, നിങ്ങളിത് കേൾക്കുവാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഇന്ന് സഹായം നൽകുന്ന സംവിധാനങ്ങളുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുകൾ ഇട്ടേക്കാം. നിങ്ങൾ വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ നമ്പറുകൾ എടുക്കണം. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നമ്പറുകൾ എടുത്ത് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം. നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് താൽക്കാലികമായ ഷെൽട്ടർ ഒരുക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ട് കരുത്തരായിട്ട്, തൻ്റെടമുള്ളവരായിട്ട്
ധൈര്യമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.